നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 36 രാജ്യങ്ങളുമായിട്ട് വ്യാപാര കരാറുകൾ ഒപ്പുവച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ വിദേശ വാണിജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളിൽ ഒന്ന് ഈ ഫ്രീ ട്രേഡ് അറേഞ്ച്മെൻറ്റുകൾ അല്ലെങ്കിൽ ആ, പ്രത്യേകമായ ആനുകൂല്യങ്ങൾ നൽകുന്ന ബൈലാറ്ററൽ അറേഞ്ച്മെൻറ്റ് എന്നിവയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സമീപകാലത്ത് ഉണ്ടായിരിക്കുന്ന യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള കരാറ്, ബ്രിട്ടനുമായിട്ട് ഒപ്പുവെച്ച കരാറ്, യു എ യുമായിട്ട് ഒപ്പുവെച്ചിരിക്കുന്ന കരാറ്, ന്യൂസിലൻഡുമായിട്ട് ഒപ്പുവെച്ചിരിക്കുന്ന കരാറ്, ഇങ്ങനെ നിരവധി കരാറുകൾ പ്രകാരം ഇന്ത്യയുടെ വിദേശ വാണിജ്യ രംഗത്ത് വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും എന്ന് സർക്കാർ പറയുന്നു. സ്വാഭാവികമായിട്ടും ഇത്തരം കരാറുകൾ ബന്ധപ്പെട്ട രാജ്യങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട്. ചുങ്കം പരമാവധി കുറച്ചുകൊണ്ട് ആ രാജ്യങ്ങൾക്കിടയിലെ കച്ചവടം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് കരാറുകളുടെ പ്രധാനപ്പെട്ട ഘടകം. പക്ഷേ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരിക്കുന്ന അമേരിക്കയുമായിട്ടുള്ള വാണിജ്യ കരാർ യഥാർത്ഥത്തിൽ എന്താണ് എന്നതിനെക്കുറിച്ച് ഇന്ത്യയിലെ ജനങ്ങൾക്കോ ലോകരത്തെ ജനങ്ങൾക്കോ അറിയാത്തൊരവസ്ഥയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി ഡൊണാൾഡ് ട്രംപിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ട്രൂത്ത് സോഷ്യൽ എന്ന് പറയുന്ന അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രഖ്യാപനത്തോടു കൂടിയാണ് ഇന്ത്യ അമേരിക്ക കരാറിനെക്കുറിച്ച് ലോകം അറിയുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഈ ചർച്ചകൾ നടന്നു വരുന്നതാണ്. ഇന്ത്യയുടെ വിദേശ വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ പലതവണ അമേരിക്കയിൽ പോയി ചർച്ച നടത്തി. അമേരിക്കൻ ട്രേഡ് സെക്രട്ടറി ലുട്നിക് അടക്കമുള്ള ആളുകൾ പലതവണ ഇന്ത്യയിൽ വന്നു. അതിൻ്റെ ഇടയ്ക്ക് അമേരിക്കൻ ട്രേഡ് സെക്രട്ടറിയായ ട്രേഡ് റെപ്രസെൻറ്റേറ്റീവായ റോബർട്ട് ലുട്നിക് പറഞ്ഞത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വാണിജ്യ കരാറുള്ള എല്ലാ കാര്യങ്ങളും ആയിക്കഴിഞ്ഞു. അത് കഴിഞ്ഞ ആഴ്ച 2 ആഴ്ച മുമ്പ് അദ്ദേഹം പറഞ്ഞതാണ്. പക്ഷെ ഒരേ ഒരു തടസ്സമായി നിൽക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിനെ വിളിച്ച് സംസാരിക്കുന്നില്ല എന്നൊറ്റ കാരണം കൊണ്ടാണ് ആ കരാറിൽ ഒപ്പിടാൻ കഴിയാതെ വന്നിരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം ട്രംപിനെ മോഡി വിളിച്ചു. ഏതാണ്ട് 1.25 മണിക്കൂർ സംസാരിച്ചു. സംസാരത്തിൻ്റെ വിശദാംശങ്ങൾ നമുക്കറിയില്ല. പക്ഷേ സംസാരമുണ്ടായി എന്ന് ഇന്ത്യയും അമേരിക്കയും ഔദ്യോഗികമായിട്ട് തന്നെ അറിയിച്ചു. അതിനെ തുടർന്ന് ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ട്രംപ് ഏകപക്ഷീയമായിട്ട് പ്രഖ്യാപിച്ചു ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വാണിജ്യ കരാർ ആയിക്കഴിഞ്ഞു. ഇതൊരു വലിയ കരാറാണ്, വമ്പിച്ച നേട്ടങ്ങൾ അത് ഉണ്ടാക്കുന്നു. എൻ്റെ ഏറ്റവും ഡിയറസ്റ്റ് സുഹൃത്തായിട്ടുള്ള മോഡിയുമായിട്ടുള്ള കരാർ എന്ന നിലയിൽ അദ്ദേഹത്തിന് ധാരാളം ആനുകൂല്യങ്ങൾ നൽകുന്നു. അമേരിക്കക്കാട്ടെ വലിയ നേട്ടങ്ങളാണ് ഈ കരാർ കൊണ്ടുണ്ടാകുന്നത്. അമേരിക്കയുടെ എണ്ണ അവർ ഇന്ത്യക്കാർ വാങ്ങാൻ ഏറ്റിട്ടുണ്ട്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കാമെന്ന് ഇന്ത്യ ഏറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ അമേരിക്ക കയ്യിലെടുത്തിരിക്കുന്ന പിടിച്ചടക്കിയിരിക്കുന്ന വെനിസ്വേല എന്ന് പറയുന്ന അയൽരാജ്യത്തിൻ്റെ എണ്ണയും ഇന്ത്യ വാങ്ങാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ധാരാളം അവകാശവാദങ്ങളാണ് ഈ ട്രംപിൻ്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റിലുണ്ടായത്. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ 1 വർഷത്തോളമായിട്ട് ഇന്ത്യയുടെ മേൽ അവർ അമേരിക്ക ചുമത്തിയിരിക്കുന്ന 50% വ്യാപാര ചുങ്കം എന്ന് പറയുന്നത് 18% കുറയ്ക്കും. ഈ 50% 2 ഡിവൈഡ് ചെയ്യപ്പെട്ടാണ്. ആദ്യത്തിൽ ഉണ്ടായിരുന്നത് 25% എന്ന് പറയുന്ന റെസിപ്രോക്കൽ ടാരിഫ് എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് ആദ്യം ഏർപ്പെടുത്തിയത്. അതായത് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന 2%, 3%, 4% ചുങ്കം എന്നത് 25% വർദ്ധിപ്പിച്ചു. അതിന് കാരണമായിട്ട് പറഞ്ഞത് അമേരിക്ക ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ, അമേരിക്കയിൽ നിന്ന് ഇന്ത്യ വാങ്ങുന്ന സാധനങ്ങൾക്ക് 15%, 20% വരെയൊക്കെ ചുങ്കമുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് അതിന് പ്രതികാരമായിട്ട് ഞങ്ങൾ 25% ചുങ്കം ചുമത്തുന്നു. ഇന്ത്യ എന്ത് ഇങ്ങോട്ട് അയച്ചു കഴിഞ്ഞാലും 25% ചുങ്കം എന്നത് നിർബന്ധമാണ് എന്ന് പറഞ്ഞു. അതോടുകൂടി ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലെ കയറ്റുമതിക്ക് വലിയ പ്രതിസന്ധികളുണ്ടായി. നിരവധി മേഖലകൾ, തുകൽ പോലെയുള്ള മേഖലകൾ, ഈ ഗോൾഡ് പോലെയുള്ള സംഗതികൾ, ഗോൾഡൻ ആഭരണങ്ങൾ പോലെയുള്ള സംഗതികൾ, പല മേഖലകളിലും അമേരിക്കയ്ക്ക്, പ്രത്യേകിച്ച് ഫിഷറീസ് പോലുള്ള മേഖലകൾ, അമേരിക്കയിലേക്കുള്ള കയറ്റുമതി വലിയ തോതിൽ കുറഞ്ഞു. ഇന്ത്യൻ വ്യാപാര മേഖല, പ്രത്യേകിച്ച് കയറ്റുമതി മേഖല പ്രതിസന്ധിയിലായി. അതിന് പുറമെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ട്രംപ് പ്രഖ്യാപിച്ചതാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നവർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു അഡീഷണൽ ആയിട്ട് ചുങ്കം, അത് 25%, അതും ഇന്ത്യക്ക് ബാധകമായി. അങ്ങനെ 50% ചുങ്കം ഇന്ത്യക്ക് മേൽ ചുമത്തി. ഈ ചുങ്കം കൊടുക്കുമെന്നും പകരം 18% ചുങ്കത്തിൽ കാര്യങ്ങൾ നിജപ്പെടുത്തുമെന്നും അദ്ദേഹം പറയുന്നു. മറുഭാഗത്ത് അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന മിക്കവാറും സാധനങ്ങൾക്ക് 0 ടാരിഫ് ആണ് ഇന്ത്യ ചുമത്താൻ പോകുന്നത്. അതായത് അമേരിക്കയിൽ നിന്ന് വരുന്ന സാധനങ്ങൾക്ക് ഇന്ത്യ ചുങ്കം ചുമത്തുകയില്ല എന്ന് അദ്ദേഹം പറയുന്നു.
അമേരിക്കയിൽ നിന്ന് ഏതെല്ലാം സാധനങ്ങളാണ് ഇങ്ങോട്ട് നമ്മൾ കൊണ്ടുവരുന്നത്, എന്തെല്ലാം സാധനങ്ങളിലാണ് ഈ സീറോ ചുങ്കത്തിൽ, എന്ന് വെച്ചാൽ ഒരു ചുങ്കവും ഇല്ലാതെ അമേരിക്ക ഇന്ത്യ സ്വീകരിക്കുന്നത് തുടങ്ങിയ വിഷയങ്ങൾ നമുക്കറിയില്ല. അതിലേറ്റവും പ്രധാനമായിട്ട് ഉത്കണ്ഠയുണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അമേരിക്ക ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യാൻ ആഗ്രഹിക്കുന്ന സംഗതികളിലൊന്ന് അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങളാണ്. കാർഷിക ഉൽപ്പന്നങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് സോയാബീൻ പോലെയുള്ള സംഗതികളാണ്. ഡയറി പ്രോഡക്ട്സ് ആണ്. ഇപ്പോൾ ഈ പാൽക്കട്ടി, പാലിൻ്റെ ഉപകരണങ്ങൾ, സംഗതികൾ, പിന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇറച്ചി തുടങ്ങിയ സംഗതികൾ. അമേരിക്കയിലെ ഒരു കാർഷിക മേഖലയിൽ ഈ സാധനങ്ങളുടെ കയറ്റുമതി എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. കാരണം അമേരിക്കൻ ആഭ്യന്തര വിപണിയിൽ അവർക്കത് വിറ്റഴിക്കാൻ കഴിയില്ല. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ, ഇപ്പോൾ ചൈനയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഒരു 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 കമ്പോളം. ചൈനയിലേക്ക് വൻതോതിൽ സാധനങ്ങൾ കയറ്റി അയച്ചിരുന്നു. പക്ഷേ ചൈന അമേരിക്കയുമായിട്ട് വ്യാപാര യുദ്ധം ആരംഭിച്ചപ്പോഴും ചൈന പൂർണ്ണമായിട്ടും നിർത്തി. അവർ സോയാബീൻ കയറ്റുമതി പൂർണ്ണമായിട്ടും അവർ ബ്ലോക്ക് ചെയ്തു. അപ്പോൾ അതോടുകൂടി അമേരിക്കൻ കാർഷിക മേഖലയിൽ വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. അവരുടെ സോയാബീൻ, ഗോതമ്പ്, പാൽക്കട്ടി, ഇറച്ചി തുടങ്ങിയ സംഗതികൾക്ക് ലോക കമ്പോളത്തിൽ ആളെ കിട്ടാത്ത ഒരവസ്ഥയുണ്ട്. പക്ഷേ അത് ഇന്ത്യൻ മേഖലയിലേക്ക് വരികയാണെങ്കിൽ, ഇന്ത്യയിലേക്ക് അത് സീറോ ടാരിഫിന്, ചുങ്കമില്ലാതെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കാർഷിക മേഖല തകർന്ന് തരിപ്പണമാവും. ഇന്ത്യ ഇപ്പോൾ തന്നെ വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്നതാണ്. ഇന്ത്യയിലെ കാർഷിക മേഖലയും കാർഷിക ഉൽപ്പന്നങ്ങളും അതേപോലെ തന്നെ ഈ ഡയറി ഉൽപ്പന്നങ്ങളും ഒക്കെ തന്നെ. ആ മേഖലയിലേക്ക് അമേരിക്കയുടെ ഒരു കയ്യേറ്റം കൂടി വരികയാണെങ്കിൽ, അമേരിക്കയിൽ നിന്ന് ഒരു ഫ്ലഡ്, ഒരു വലിയ കുത്തൊഴുക്ക് ഈ സംഗതികൾ വരികയാണെങ്കിൽ തീർച്ചയായും ഇന്ത്യയിലെ കാർഷിക മേഖല കടുത്ത പ്രതിസന്ധിയിലെത്തും. നേരത്തെ തന്നെ കാർഷിക രംഗത്ത് ഉള്ള പ്രതിസന്ധികളുടെ ഭാഗമായിട്ട് ഇന്ത്യൻ കർഷകർ പാർലമെൻറ്റ് വളയുന്നതടക്കമുള്ള നിരവധി സംഘർഷങ്ങൾ നടത്തിയ, സമരങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ട് കാർഷിക മേഖലയെ ആന്ധ്രയിൽ ചില വലിയ അസ്വസ്ഥതകളുണ്ട്, മഹാരാഷ്ട്രയിൽ വലിയ അസ്വസ്ഥതകളുണ്ട്, യു പിയിൽ വലിയ അസ്വസ്ഥതകളുണ്ട്. ഇതൊക്കെ തന്നെ BJPക്ക് വലിയ പിന്തുണ കൊടുക്കുന്ന സംസ്ഥാനങ്ങളാണ്. അപ്പോൾ അവിടെ ഉള്ള പല രാഷ്ട്രീയ കക്ഷികളും, പ്രത്യേകിച്ച് ആന്ധ്രാപ്രദേശിലെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ സഖ്യകക്ഷിയായ തെലുഗുദേശം പോലും ഈ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പാർലമെൻറ്റിൽ. പക്ഷേ പാർലമെൻറ്റ് ഈ ഈ ഈ സമയത്ത്, ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത്, പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്ന സമയമാണ്. പ്രധാനമന്ത്രിയും അതേപോലെ തന്നെ വാണിജ്യമന്ത്രിയും സഭയിലുണ്ടായിരുന്നു. ഒരു തരത്തിലുള്ള ഒരു ചോദ്യമോ ഉത്തരവോ അവിടെ ഉണ്ടായില്ല. ഒരു തരത്തിലുള്ള പ്രസ്താവനയും അവർ നടത്തിയില്ല. പകരം പ്രധാനമന്ത്രി ഈ വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചത് BJP പാർലമെൻറ്റേറിയൻസിൻ്റെ ഒരു യോഗത്തിലാണ്. ഇന്ത്യക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാവും എന്നാണ് ആ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞത്. പീയൂഷ് ഗോയലാകട്ടെ വൈകുന്നേരം ഒരു പത്രസമ്മേളനം നടത്തിയാണ് ഈ കാര്യങ്ങൾ വിശദീകരിച്ചത്. അദ്ദേഹം പറഞ്ഞു, സഭയിൽ സംസാരിക്കാൻ കഴിയുന്നില്ല, പ്രതിപക്ഷം ബഹളം ഉണ്ടാക്കുന്നു, അതുകൊണ്ട് ഞാൻ പത്രക്കാരോട് സംസാരിക്കുന്നു. പക്ഷേ പത്രക്കാരുടെ ഒരു ചോദ്യത്തിനും അദ്ദേഹം ഉത്തരം പറഞ്ഞില്ല, ഒരു വിഷയത്തിലും അദ്ദേഹം ക്ലാരിറ്റി നൽകിയില്ല. ഇങ്ങനെയൊരു സംഗതി ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രമാണ്. ഇത് യഥാർത്ഥത്തിൽ ഒരു ഇന്ത്യ അമേരിക്ക വാണിജ്യ കരാറാണോ, അല്ലെങ്കിൽ ഒരു മിനി കരാറാണോ, അല്ലെങ്കിൽ താൽക്കാലികമായി വ്യാപാര ബന്ധങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധി തീർക്കാനുള്ള താൽക്കാലികമായ ചില നടപടികളാണോ, ഒന്നും ആർക്കും അറിയാത്ത രൂപത്തിലുള്ള ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഏതായാലും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വാണിജ്യ ബന്ധങ്ങളിൽ നേരത്തെ ഉണ്ടായിരുന്ന 50% പിഴച്ചുങ്കത്തിൽ നിന്ന് 18% എന്ന നിലവാരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ആ 18% എന്ന് പറയുന്ന ഏഷ്യയിലെ മറ്റു പല രാജ്യങ്ങൾക്കും അമേരിക്ക ചുമത്തിയിരിക്കുന്ന ചുങ്കത്തിന് തുല്യമാണ്. വിയറ്റ്നാം അതുപോലുള്ള രാജ്യങ്ങൾ, പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾ, ബംഗ്ലാദേശ് തുടങ്ങിയ പല രാജ്യങ്ങൾക്കും ചുമത്തിയിരിക്കുന്നത് 18, 20, 22% ചുങ്കമാണ്. ആ നിലയിൽ ഏഷ്യയിലെ മറ്റു രാജ്യങ്ങളുമായിട്ട്, നമ്മുടെ മത്സരിക്കുന്ന മറ്റു രാജ്യങ്ങളുമായിട്ട് കോമ്പീറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഈ പുതിയ ചുങ്ക സംവിധാനം ഉണ്ടാക്കും എന്നുള്ള ഒരു പ്രതീക്ഷ കൂടി ഈ സമയത്ത് ഉണ്ട്. എന്നിരുന്നാലും ചോദ്യങ്ങൾ ബാക്കിയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ഇന്ത്യൻ പാർലമെൻറ്റിനെയും ഇന്ത്യൻ ജനങ്ങളെയും ഇന്ത്യൻ അധികാരികൾ അറിയിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇപ്പോഴും ബാക്കി നിൽക്കുന്നത്.